നമുക്ക് അങ്ങനെ പുതുമുഖങ്ങൾ ധാരാളം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന കേട്ടോ, നമ്മുടെ ഗേൾസ് സ്മാർട്ട് ലേഡീസ് മക്ബൂൽ ഓൺലൈനിലുണ്ട്. നിങ്ങളൊന്ന് കാണാം. മക്ബൂൽ ഹായ് ഹായ്. ശബ്ദമില്ലേ? പൊട്ടിക്കൽ തുടങ്ങി. അപ്പൊ അധികം ഇത് പറയുന്നില്ല, നേരിട്ട് പ്രസ് മീറ്റിലേക്ക് കടക്കാം. അത് നമ്മളുടെ പ്രൊഡ്യൂസർ ലിസി കെ ഫെർണാണ്ടസ് ഒക്കെ വന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് മാം. അപ്പോ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. എന്താണ് നമ്മുടെ ചിത്രം, എന്താണ് മാമിന്റെ പ്രതീക്ഷ? ഒത്തിരി പടങ്ങളാണ് റിലീസ് ചെയ്തതും ഒക്കെ ഇങ്ങനെ ലിസ്റ്റിൽ ഇരിക്കുന്നത്. അതിനിടയിൽ നമ്മളെങ്ങനെ ആഘോഷമാക്കും? ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ആ സിനിമ. ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് നമ്മൾ കൈജോഗി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച് ഇപ്പം നമ്മളോട് ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായ അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ടു കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിലെല്ലാം കൂടെ വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് സി.എൻ. റോബിൻ്റെ 2ാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം സ്വർഗമായിരുന്നു, അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളായി ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് സി.എൻ. റോബിൻ്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടും കൂടെയാണ്. ഞങ്ങൾ ബിസിനസ്സിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിന് ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനൊപ്പം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ സി.എൻ. റോബൻ. അതിൻ്റെ ഒരു 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് വന്ന് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിൻ്റെ ബേസ് ക്യാമ്പസാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിൻ്റെ എലിമെൻ്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, എത്രയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എൻ്റർടൈനറാണ് ആഘോഷം. ഞാനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുക. പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. അതെനിക്ക് തോന്നുന്നു ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ലിസ് ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയലായിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോൾ ഇനി സുമതിപടത്തിന് ശേഷം റിലീസാകാൻ പോകുന്ന 3ാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കിങ്സ് ബെന്നി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ
അടിച്ചു പൊളിച്ചു പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ളൊരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറേ സിംഗിൾസും ജിംഗിൾസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ട് ഒരു എൻട്രി എനിക്ക് കിട്ടുന്നത്. അതിന് ഞാൻ CM മൂവീസിനും അമലേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പടത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 ഗാനങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. സന്തോഷം. സോ നേട്ടം പറഞ്ഞ പോലെ ആഘോഷന്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പബ്ലിക് കെയർടേക്കറായിരുന്നു. ആ ഒരു ടീമിന്റെ കൂടെ ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഈ ടീമിലേക്ക് വരുമ്പം എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷെ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നാരായണേട്ടൻ, ബോബി ചേട്ടൻ, ചേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് റിലീസ് ആണ്. സോ ഐ എം സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിന്റെ പാട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു പടത്തിലൊരു കോളേജിന്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ജയസേട്ടൻ വിളിച്ചു, പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ക്രൂവിനെയും പരിചയപ്പെടാൻ പറ്റിയെന്ന്. പിന്നെ നമ്മൾ അതിലോട്ടൊക്കെ ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ, കാസ്റ്റ് എല്ലാവരും ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഇത് ഹായോ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ എല്ലാവരും പറഞ്ഞ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ സിനിമ വിജയാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം ആഘോഷത്തിൻ്റെ ഒരു പാട്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25th ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം ആഘോഷത്തിന്. എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകൻ്റെ അടുത്ത് പോയി അടിമേടിക്കുന്ന പരിപാടികളൊക്കെ മാറി എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ പള്ളിയിലച്ഛൻ്റെ കഥാപാത്രം. അതെന്നെ വിശ്വസിച്ചു തന്ന അമലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡൻ്റായിട്ട് വേണേൽ പിന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ കോളേജിലെ ക്യാൻറ്റീനിൽ നടത്തുന്ന ഒരാളാണ്. അപ്പം ആ ക്യാരക്ടറിന് ഒരു റോളുണ്ട്. ഐ മീൻ റോൾ ഇൻ ദ സെൻസ് ആ ത്രോട്ട് ഒരു സിനിമയിൽ അത് പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട് അതെ ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ്. സുമതി ഉള്ളതിൽ ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിലെല്ലാം വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷം എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ. പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം നരൻ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചാക്കോ മാഷിൻ്റെ 50 പവനിലേക്ക് നമ്മുടെ ശിവം മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇത് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക. ഇതൊരു സിനിമ നല്ലൊരു എന്റർടൈനർ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ ഫൈനൽ ടോട്ടലി കണ്ടില്ല, ബട്ട് ഞങ്ങളെല്ലാവരും ചെയ്ത നമ്മൾ അഭിനയിച്ച ഏരിയകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇതിന്റെ പശ്ചാത്തലം വേറൊരു ഇത് ആയതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷെ മൊത്തം സീരിയസ് ആയ ഒരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെറ്റപ്പ് വരുന്നു കമൽസാറിന്റെ. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഈ പടത്തിന് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടി സിമ്പിൾ നറേഷനിൽ പോയി പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് ഞാനതിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്കിത് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മുടെ ചേട്ടന്മാർ നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറി ഉള്ളൂ, നമുക്ക് ഇഷ്ടംപോലെ മഹാനടന്മാര് അഭിനയിച്ചതൊക്കെ പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ചിലപ്പോൾ അത് വരും നമ്മളിലേക്ക്. അത് നമ്മൾക്ക് അവരോട് ഇഷ്ടമുണ്ടായിരിക്കും. ഇത് മനഃപൂർവ്വമല്ല, അതും ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആണല്ലോ. നമ്മുടെ നല്ലതിന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത്. ഞാൻ കേട്ടിട്ട് കാക്കി ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും. അതിനുവേണ്ടി കുറെ മനസ്സൊക്കെ ചെലവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഫാർമ വരുന്നു, എക്കോ വരുന്നു. ഇപ്പൊ എക്കോയിൽ തന്നെ ഈ ഡയലോഗ്സിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇപ്പൊ ഞാൻ നന്നായി പെരുമാറും, അതിന്റെ അമ്മ പഠിപ്പിച്ചതാണ്, പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നിടത്തൊക്കെ തിയേറ്ററിൽ കയ്യേടിയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി നിറയുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് എല്ലാ ആവേശങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ചധികം പടങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യമേ ഉണ്ട്. മനഃപൂർവ്വം എല്ലാം ചെയ്യാത്തത്. പിന്നെ പലപ്പോഴും ചിലത് നടന്നു പോവാത്തതാണ്. പല പടങ്ങളും കാക്കിച്ചിട്ട് മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളും മാസങ്ങളും അതിന് പിന്നാലെ പ്രവർത്തിച്ച് ചിലവരുടെ ഫൈറ്റ് കുറച്ചുകൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല. പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരെ. ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിംഗിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരുപക്ഷെ ഞാൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എൻ്റെ തോട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ നേച്ചറിന് തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസർ ആവാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്ചുവേർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിലായത്? അല്ല, ഇയാള് കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. പിന്നെ അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല ഇയാൾക്ക് വേറൊരു ഷെയ്ഡ് ഉണ്ടെന്ന്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിങ് ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. പേരിലുണ്ട് രണ്ട് സാധാരണ പൊതുവെ നമുക്ക് മുൻവിധി ഉണ്ടല്ലോ. ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് വരാവുന്ന കുറച്ച് എലമെന്റ്സ്, ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പരിപാടി വിചാരിച്ചു. ഒരു തിയേറ്ററിക്കൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല എന്ന് ആ ധാരണ ഞങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്യുന്നു, കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് നോക്കാനൊക്കെ ബേസിൽ പോവാണ്. ഞങ്ങളവിടെ ചെന്നു, അതേ മുൻവിധിയിൽ ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ എനിക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് ഹോട്ടലിൽ ഞങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ ചേച്ചി വന്നു, ഞങ്ങളൊരു കഥ പറഞ്ഞു, പരിചയപ്പെട്ട കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിട്ട് ശരിക്കും ഒരു തിയേറ്ററിക്കൽ പടത്തിനുള്ള എല്ലാ എലമെന്റ്സും ഉള്ളപ്പോഴത്തെ നല്ലൊരു കഥയാണ് ചേച്ചി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത്
സ്പിരിച്വൽ ആണെങ്കിലും അല്ലാതെ അത്യാവശ്യം എനിക്കൊന്ന് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളൊക്കെ ആളാണ് ചേച്ചി, ഒത്തിരി ബന്ധങ്ങളുള്ളതാണ്. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടും കേൾക്കുമായിട്ടുള്ള പല എലമെന്റ്സ് ഒക്കെ ഓർത്തിനെക്കൊണ്ടാണ് ചേച്ചി കഥ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പം ആദ്യം ചേച്ചി പറഞ്ഞല്ലോ CN ഗ്ലോബൽ എന്നുള്ള ഇവരുടെ ബാനറിൽ ചെയ്യുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്യാതെ ആ ചെയ്യുന്ന സിനിമകളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശവും ഈ ബാനറിലുണ്ട്. അത് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാരും കയറി കാണാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടം അങ്ങനെ ചെയ്യണം നമുക്ക്. അല്ലാതെ വെറുതെ പടത്തിന് വേണ്ടി അനാവശ്യപ്പെട്ട കുറെ കാര്യങ്ങൾ ഗിമിക്ക് കാണിക്കാൻ നിൽക്കണ്ട. കൃത്യമായി അങ്ങനെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ഫൈറ്റ് പറ്റത്തില്ല, അങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഭയങ്കര രസമാണ് ചേച്ചി. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതാണ് ചേച്ചി. പിന്നെ ഈ കഥ ഞങ്ങളിപ്പം അത് മാത്രമല്ല, ഈ കഥ ഞങ്ങളിവിടെ ഫസ്റ്റ് നരേൻ ഭായിയോടും ഗോപിച്ചേട്ടും ജയ്സേനും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ഈ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി. അപ്പം കേട്ടവർ തന്നെ ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എനിക്കൊന്ന് ഗോപിച്ചേട്ടൻ വന്ന് ലണ്ടനിൽ നിന്ന് വരുന്നവരോ, ലണ്ടനിൽ നിന്ന് വന്ന് നേരെ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രാവിലെ ഒരു ദിവസം 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം അന്ന് നരേൻ ഭായി വന്നിട്ടുണ്ടായിരുന്നു, ജയ്സേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ ഇവർ ഒരുമിച്ച് വീണ്ടും നറേറ്റ് ചെയ്തു. നരേൻ ഭായി നേരത്തെ നറേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞാൻ വീണ്ടും ഇവരുടെ എല്ലാവരും നറേറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഇവരുടെ ക്യാരക്ടേഴ്സും ഈ കഥയും ഇഷ്ടമാവുകയാണ്. അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസും ഇവര് തന്നൊരു കയ്യുണ്ട്. അതാണ് അന്ന് തുടങ്ങിയൊരു ജേർണിയാണ് ഈ നിമിഷം വരെ ഇവിടെ എത്തി നിൽക്കുന്നു. പേര് പോലെ തന്നെ ആഘോഷമായിട്ട് വരും. പിന്നെ ബോബിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയാതെ എല്ലാവർക്കും പറയാം. ബോബിച്ചേട്ടൻ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വേറെ വൈകാം. കാരണം ബോബിച്ചേട്ടൻ ഉള്ള സമയവും ഇല്ലാത്ത സമയവും കൃത്യമായിട്ട് അറിയാം. ഇവരുടെ മിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെ പേഴ്സണലി അറിയാമെന്ന് തോന്നുന്നു. കാര്യം അത്രയും എനർജിയാണ്. പിന്നെ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. നരേൻ ഭായി, ജയ്സേട്ടൻ, ബോബിച്ചേട്ടൻ, അല്ലെങ്കിൽ മക്ബൂലില്ല, ഇവരുടെ ഒരു കോമ്പിനേഷൻ അപാര കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഈ കഥ എല്ലാവർക്കും തന്നെ കണക്ട് ആയിട്ടുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഥയായിരുന്നു. ആ ഒരു കോൺഫിഡൻസാണ് എല്ലാവരും ഈ പടത്തിൽ കൈവന്നിരിക്കുന്നത്. അതുപോലെ ഞങ്ങളെല്ലാവരും ഇതിന്റെ നായകനും നരേനും ജെയ്സും എല്ലാവരും കൂടെ ഇരുന്നാണ് ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. അപ്പോ കേട്ടപ്പോ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും തന്നെ വർക്കായി. എനിക്കൊന്ന് ജെയ്സിനെ വിളിച്ചിട്ടുണ്ട്, കോമഡി പറഞ്ഞ ജെയ്സും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. എല്ലാവരും എന്താ പറയുക, എൻജോയ് ചെയ്തിട്ടുണ്ട് അവരെവിടെ പറ്റുന്ന രീതി. ശാസൻ എന്ന് പറഞ്ഞ സെറ്റിലാണ് ഞാനിത് ആദ്യം കഥ പറയുന്നത്. പക്ഷെ അന്നത്തെ കഥ ഇതായിരുന്നില്ല, കുറച്ചൊരു അത് നമുക്കങ്ങ് എല്ലാവർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. പിന്നെ അതങ്ങ് വിട്ടു. പിന്നീട് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയുക. അങ്ങനെ റീസെന്റ് ഗുമസ്തൻ കണ്ടു, നീ അതിൽ ഞാനൊരു ലാസ്റ്റ് സീനിൽ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവര് ആ ടീം 1 മാസം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഇവര് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ആ സബ്ജക്ട് അവർ റീവർക്ക് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ചിലപ്പോൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് പറയും. ചിലപ്പോൾ അവർ റീവർക്ക് ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും വെച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് പറഞ്ഞ് വിത്തിൻ 2-3 hours 2-3 മണിക്കൂറിന് ശേഷം ജെയ്സ് വിളിക്കുകയാണ്. ഭയങ്കര ഓക്കെ, ജെയ്സ് വിളിച്ചു. ഞാനത് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് 1 മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്കത് വർക്കൗട്ട് ആയില്ല. പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ടോ അവർ എൻ്റെ അടുത്ത് വന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് എനിക്ക് ജെയ്സ് വിളിച്ച് പറയുകയാണ്, അപ്പം നമുക്ക് ആ കഥയൊന്ന് നാളെ കേട്ടാലോ. അതെനിക്ക് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ എനിക്ക് ബോബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ബോബിയുടെ അടുത്ത് അന്ന് പിറ്റേ ദിവസം പറയണം വന്ന് നോക്കിയപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ഇത്തവണ. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിലേക്കുള്ള ഇന്റർവ്യൂ. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല, അത് ചേച്ചി. ബീങ് ഹാപ്പി എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു പണിയല്ല. ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെ ജോലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലാണെങ്കിലും മാക്സിമം ഫൺ അല്ലെ കോമഡിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരാൾ ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെയും ബാധിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്നൊരു സീനിൽ ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്നതൊക്കെ വരുമ്പോഴത്തേനും ആ സിനിമയ്ക്കും അത് ഗുണം ചെയ്തില്ല, നമുക്കും ഗുണം ചെയ്തില്ല. അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈബിലിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും
പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി, നെഗറ്റീവ് എനർജിയും വളരെ ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കുന്ന നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. നമ്മൾക്ക് ചീത്തപ്പേരും അല്ലെ നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണമില്ല. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ട് ജോയ് ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. ഞാൻ പൊതുവെ ചിന്ന ചിയർഫുൾ ഒരാളാണ്, അതാണ് എനിക്കിഷ്ടം. ഇത് മാറും ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് നരേഞ്ചേട്ടൻ വരുമ്പോ ഒരു ഓഫീസിൽ നരേഞ്ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലാണ് റൊമാൻസ് തന്നെ എടുക്കുക. അപ്പൊ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർമിസായി മാറും. മലർമിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിനുള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടില്ല. അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർമിസ് ആവാനുള്ള ചാൻസ് അവനായിട്ട് തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ട്രെയിലറും സോങ്സ് ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ഹീറോയിൻ ആരാ ഹീറോയിൻ ആണ്. അപ്പൊ അതാണ് പറഞ്ഞപ്പോൾ അതിനെല്ലാം ഉത്തരം റോസ്റ്റിൻ. ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല മിസ്സായിരുന്നു. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ആയി ചോദിച്ചു. അല്ലാതെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്, പണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം സാധാരണ എന്താണ് താങ്കൾ പറയാറ്? ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനോട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്, ഡ്രാമ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബബായിൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് വന്നാണ്. ഞാൻ ആഘോഷത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് സാർ വിളിച്ചു വന്ന് ഞാൻ UK പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു ത്രൂഔട്ട് ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. സിനിമ ചോദ്യം അതല്ല അല്ലേ, ചോദിച്ചത് ലാൽ സാറിന് എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ട് പനി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ ഇത് ചെയ്യണോ, ഇത് മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരാളാണ് മോള്. സോ ഹിസ് ബ്ലെസ്സിങ്സ് ദാറ്റ്.